വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. വരാൻ പോകുന്ന SBI POയ്ക്ക് റീസണിംഗ് സ്ട്രോങ് ആക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് SBI PO പ്രിലിം സ്പെഷ്യൽ റീസണിംഗ് സീരീസ് ആദ്യത്തെ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം വരാൻ പോകുന്ന പരീക്ഷ SBI PO ആണ്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന IBPS PO ആയിക്കോട്ടെ, IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, അതേപോലെ RRB PO ആൻഡ് RRB ക്ലർക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ SBI POയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഇപ്പോൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ, എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾക്ക് റിയൽ എക്സാം എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2025 നടന്ന SBI POയുടെ പ്രിലിംസിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ്, നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമ്പോൾ റിയൽ എക്സാം ലെവൽ എന്താണ് എന്നുള്ളത് മനസ്സിലാകും. സോ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് 2025 മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് ഇട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അടുത്ത ഏറ്റവും പുതിയ ബാച്ച് ഏതാണ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഓൺലൈൻ ബാച്ചും ഉണ്ട്, ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് SBI PO ആൻഡ് ക്ലർക്ക് ബാച്ചാണ്. SBI PO ആൻഡ് ക്ലർക്ക് എക്സാം ഫോക്കസ് ചെയ്ത്, അപ്പോൾ അതിനുശേഷം വരുന്ന IBPS POയ്ക്കാണെങ്കിലും IBPS ക്ലർക്ക്, അതേപോലെ RRB PO, RRB ക്ലർക്ക് എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിൻ്റെയും സിലബസ് സെയിം ആണ്, ലെവലിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ എല്ലാ ക്ലാസ്സസിൻ്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ ബേസ് മുതലുള്ള ബാച്ചാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്. നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് വരുന്നത് കോഴിക്കോട് മാത്രമാണ്. നമ്മൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുക. സോ നിങ്ങൾക്ക് ഓഫ്ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദണ്ട് ഈ കാണുന്ന നമ്പറിൽ, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഈ ഒരു കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എങ്കിലും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? യെസ്, ആദ്യം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ തനിയെ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്റ്റേക്ക് വന്നത്, ഏത് പോയിന്റിലാണ് സ്റ്റക്ക് ആയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, തനിയെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മേ ബി കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എവിടെയാണ് സ്റ്റക്ക് ആയത് അതിനുശേഷം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റക്കായി പോയ പോയിന്റ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു പസിലാണ്. SBI POയ്ക്ക് നമുക്ക് 30 ക്വസ്റ്റ്യൻ ആണ് റീസണിങ്ങിന് ചോദിക്കുന്നത്. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്. നെഗറ്റീവ് മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഇതിന് നമുക്ക് ആകെ കിട്ടുന്ന സമയം 20 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ SBI PO ആയതുകൊണ്ട് തന്നെ കൂടുതലും പസിൽസ് ആയിരിക്കും അതിൻ്റെ അകത്തിൽ ഉണ്ടായിരിക്കുക, പസിൽസ് പ്ലസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ, SBI POയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് SBI POയുടെ ഒരു ഡീറ്റെയിൽസ്, അത് കംപ്ലീറ്റ് സിലബസ് എന്താണ്, എക്സാം പാറ്റേൺ എന്താണ്, എല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. നിങ്ങൾ ജസ്റ്റ് സൈലം ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, 9 ബോക്സസ്. അപ്പോൾ 9 ബോക്സസിന്റെ അറേഞ്ച്മെന്റ് ആണ്. ആർ കെപ്റ്റ് വൺ അബോ ദി അതർ ഇൻ എ സിംഗിൾ സ്റ്റാറ്റ്. ഇറ്റ്സ് എ ബോക്സ് ബേസ്ഡ് പസിൽ. ബോക്സ് ബേസ്ഡ് പസിൽ ആണ്. ഏത് പസിൽ ആയിക്കോട്ടെ, അത് ബോക്സ് ബേസ്ഡ് ആയിക്കോട്ടെ, ഫ്ലോർ ബേസ്ഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ടോട്ടൽ 9 ബോക്സസ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കണ്ടീഷൻസ് അപ്പുറത്തേക്ക് നമുക്ക് എഴുതാം. ടോട്ടൽ 9 ബോക്സസ് ആണ് നമുക്കുള്ളത്. സാധാരണ ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ സ്ട്രക്ചർ വരച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ബോക്സ് ബേസ്ഡ് ക്വസ്റ്റ്യന് നമ്മൾ ആദ്യമേ സ്ട്രക്ചർ വരയ്ക്കാറില്ല. കണ്ടീഷൻസ് എഴുതാം, കണ്ടീഷൻസിനനുസരിച്ചിട്ട് സ്ട്രക്ചർ വരയ്ക്കണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. Only one box is kept between E and G. ഇക്കും ജിക്കും ഇടയിൽ ഒരു ബോക്സ് ഗ്യാപ്പ്. അപ്പം ഞാൻ സാധാരണ നമ്മുടെ വേർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് ബോക്സസിന്റെ എല്ലാം. പക്ഷെ ഈ ഒരു ബോക്സ് ഗ്യാപ്പിൽ G എന്നുള്ളത് ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ G മുകളിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ G താഴേക്ക് വരാം. അത് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് കണ്ടീഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. വ്യക്തമായി പൊസിഷൻ അറിയുന്ന കണ്ടീഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ആയിട്ട് എഴുതുക. വ്യക്തമായി പൊസിഷൻ അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. ഇത് വലിയ ഇന്റർനാഷണൽ മെത്തേഡ്സ് ഒന്നുമല്ല, നമുക്ക് മനസ്സിലാകണം, നമ്മൾ എഴുതുന്ന കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാകണം. സോ ഞാൻ എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കണ്ടീഷൻസ് എഴുതുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയത്. ഇനി അടുത്തത് എന്താ ബാക്കി പറഞ്ഞിട്ടുള്ളത്, ബാക്കി കണ്ടീഷൻസിലേക്ക് നമുക്ക് കടക്കാം.
ഐ ഈസ് കെപ്റ്റ് 3 ബോക്സസ് എബവ് ജി. നോക്കിക്കേ, ജിക്ക് മുകളിലുള്ള മൂന്നാമത്തെ ബോക്സ് ആണ് ഐ. ജിക്ക് മുകളിലുള്ള മൂന്നാമത്തെ ബോക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഐ എന്ന് പറയുന്നത്. ഐ ഈസ് കെപ്റ്റ് 3 ബോക്സസ് എബവ് ജി. ജിക്ക് മുകളിലുള്ള മൂന്നാമത്തെ ബോക്സ് ആണ് ഐ എന്ന് പറഞ്ഞാൽ ഐക്കും ജിക്കും ഇടയിൽ എത്ര ബോക്സ് ഗ്യാപ്പ് ഉണ്ട്? 2 ബോക്സ് ഗ്യാപ്പ്. 3 ബോക്സ് എബവ് ജി. അല്ലാതെ ഐക്കും ജിക്കും ഇടയിൽ 3 ബോക്സ് ഉണ്ടെന്നല്ല പറഞ്ഞേക്കുന്നത്, 3 ബോക്സ് എബവ് ജി എന്നാ പറഞ്ഞേക്കുന്നത്. ജിക്ക് മുകളിലുള്ള മൂന്നാമത്തെ ബോക്സ് ആണ് ഐ. ഇത് വേർട്ടിക്കലി ഞാൻ എഴുതിയതിന്റെ റീസൺ എബവ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇ ഈസ് കെപ്റ്റ് 4 ബോക്സസ് ബിലോ എച്ച്. ഇ എന്ന് പറയുന്നത് എച്ചിന് താഴെയുള്ള 4ാമത്തെ ബോക്സാ. നിങ്ങൾ ഞാൻ എഴുതിയ കണ്ടീഷൻസ് എഴുതിയ രീതി ശ്രദ്ധിച്ചോ? പലയിടത്ത് ചിന്നിച്ചെതറി കണ്ടീഷൻസ് എഴുതാതെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്ന രീതിയിൽ, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടീഷൻസ് എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായി കഴിഞ്ഞാൽ തന്നെ പസിൽസിന്റെ 50%. ഓക്കെ, അപ്പൊ ഇക്ക് മുകളിലേക്കുള്ള 4ാമത്തെ ബോക്സ് ആണ് ജി. ജി എച്ച് ഈസ് ജിയും പോട്ടെ എച്ച്. എച്ച് ഈസ് കെപ്റ്റ് 4 ബോക്സസ് എബവ് ഇ. ഇക്ക് മുകളിലുള്ള 4ാമത്തെ ബോക്സ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെ എടുത്ത് ഓൾമോസ്റ്റ് കണക്ട് ചെയ്യാം എന്ന് തോന്നുന്നു. ഞാൻ വളരെ പെട്ടെന്ന് മറ്റേ കണ്ടീഷൻസും കൂടെ എഴുതാം. ആസ് മെനി ബോക്സസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ എച്ച് ആൻഡ് ഐ ആസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡി. എച്ചിനും ഐക്കും ഇടയിൽ എത്ര ബോക്സ് ഗ്യാപ്പ് ഉണ്ടോ അത്രയും ഡിക്കും ഇക്കും ഇടയിലുണ്ട്. അതായത് എച്ചിനും ഐക്കും ഇടയിൽ ഇപ്പൊ 2 ബോക്സ് ആണുള്ളതെങ്കിൽ ഡിക്കും ഇക്കും ഇടയിൽ എത്ര ബോക്സ് ഉണ്ടായിരിക്കും? 2 ബോക്സ് ഉണ്ടായിരിക്കും. ഇ ഈസ് കെപ്റ്റ് എബവ് ബോക്സ് ഡി. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഇ ഈസ് കെപ്റ്റ് എബവ് ബോക്സ് ഡി. ഇ എന്ന് പറയുന്നത് ഡിക്ക് മുകളിലാണ്. ഓക്കെ, എഫ് ഈസ് കെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി ബിലോ സി. സിക്ക് തൊട്ട് താഴെയാണ് ആരെന്ന് പറയുന്നത്? നമ്മളുടെ എഫ് എന്ന് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് കണ്ടീഷൻ 2 ബോക്സസ് ആർ ബിറ്റ്വീൻ എ ആൻഡ് എഫ്. എക്കും എഫിനും ഇടയിൽ 2 ബോക്സ് ഗ്യാപ്പ്. ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് എഴുതിയതിന്റെ റീസൺ മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്ക് അറിയില്ല. ബി ഈസ് കെപ്റ്റ് എബവ് എ. എക്ക് മുകളിലാണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ഇത്രയുമാണ് കണ്ടീഷൻ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 20 മിനിറ്റ് 30 ക്വസ്റ്റ്യനും ആണുള്ളത് അല്ലെ. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കിട്ടില്ല പസിൽ ചെയ്യാനായിട്ട്. മാക്സിമം നമുക്കൊരു 2, അതായത് ഇപ്പം നമുക്ക് 4 പസിലോ ഇപ്പം 30 ക്വസ്റ്റ്യനോ ഉള്ളെന്നുണ്ടെങ്കിൽ മേ ബി 3-4 പസിൽസ്. നമുക്ക് ഈ ഒരു സെറ്റിനകത്തിൽ എത്ര പസിൽ ഉണ്ടെന്ന് നോക്കാം. അതിൽ തന്നെ 1 വേരിയബിൾ ക്വസ്റ്റ്യനും ഉണ്ടാകും, 2 വേരിയബിൾ ക്വസ്റ്റ്യനും ഉണ്ടാകും. ഇത് 1 വേരിയബിളാ. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1 വേരിയബിൾ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്തിലേക്ക് കടക്കുക? 2 വേരിയബിളിലേക്ക് കടക്കുക. ഓക്കെ, പിന്നെ ചിലതുണ്ടാവും ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 1 വേരിയബിൾ ഒക്കെ ഉണ്ടാകും. കണ്ടീഷൻസ് എഴുതുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഇവിടുത്തെ കേസ് നോക്കിക്കേ, ഇത്രയും കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ എവിടെ നിന്നെടുത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ നോക്കിക്കേ, ഇ എച്ച് ജി ഐ. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിക്കേ, ഇവിടെ നമുക്ക് വ്യക്തമായി പൊസിഷൻ അറിയുന്നത് വേണ്ട ഈ കണ്ടീഷന്റെ ആണ് നമുക്ക് വ്യക്തമായി പൊസിഷൻ അറിയുന്നത്. സോ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ എച്ച് ഇവിടെ, എച്ച് 1, 2, 3 ഗ്യാപ്പിൽ ഇ ഇവിടെ. ഇനി ഒന്നെങ്കിൽ എന്ത് വരണം? ഈ ഒരു ഗ്യാപ്പിൽ ജി താഴേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ ജി മുകളിലേക്ക്. ഓക്കെ, എപ്പോഴും സ്ട്രക്ചർ വലുതാകുന്ന കേസ് എടുക്കുക, അല്ലെങ്കിൽ ഒരേ സമയം നിങ്ങൾക്ക് 2 പോസിബിലിറ്റി എടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്ട്രക്ചർ വലുതാകുക എന്ന് ഉദ്ദേശിച്ചത് ടോട്ടൽ നമുക്ക് 9 ബോക്സസാ. അപ്പൊ സ്ട്രക്ചർ വലുതാകുന്ന കേസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടുക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ ജി ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ജി 2 ഗ്യാപ്പിൽ ദേണ്ട ഐ എനിക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ ആണേ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു ഗ്യാപ്പിലാണ് ജി ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, എച്ചിനും ഐക്കും ഇടയിൽ എത്ര ബോക്സ് ഉണ്ടോ? ഇവിടുത്തെ കേസിൽ എച്ചിനും ഐക്കും ഇടയിൽ 2 ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിക്കും ഇക്കും ഇടയിൽ 2 വരണം. അതിൽ ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇക്ക് താഴെയാണ്, അല്ലെങ്കിൽ ഡിക്ക് മുകളിലാണ് ഇ. ക്ലിയർ? അപ്പൊ ഇക്ക് താഴെ ആര് വരണം? ഡി. എത്ര ഗ്യാപ്പില്? 2 ഗ്യാപ്പില്. സോ ഇവിടെയും 2 ഗ്യാപ്പില് ഞാൻ ഡി കൊടുത്തു. ഇപ്പൊ ടോട്ടൽ എത്ര ബോക്സ് ആയെന്ന് എണ്ണി നോക്കിക്കേ. ഇവിടുത്തെ കേസിൽ 2, 4, 6, 8 ബോക്സ്. ഇനി ഒരേ ഒരു ബോക്സ് കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നെങ്കിൽ മുകളിൽ വരാം, അല്ലെങ്കിൽ താഴെ വരാം. അത് കണ്ടീഷൻസിനനുസരിച്ച് തീരുമാനിക്കാം. ഇവിടെ ഞാൻ സ്ട്രക്ചർ വരച്ചില്ല, തന്നിരിക്കുന്ന കണ്ടീഷൻസ് എടുത്ത് മെർജ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസ് നോക്കിക്കേ, സിയും എഫും അടുപ്പിച്ചാണ്. അപ്പൊ സിയും എഫും അടുപ്പിച്ചാണെങ്കിൽ ഇവിടെ അടുപ്പിച്ചു വരാൻ വേണ്ടി ഇതല്ലാതെ വേറെ സ്ഥലമില്ല. സോ അതുകൊണ്ട് ഞാനത് അവിടെ കൊടുക്കുക. ഇവിടെ ആര് വരും? സിയും എഫിനെ ഞാൻ ഇവിടെ വേണ്ട അടുപ്പിച്ചു കൊടുത്തു. സി ഇവിടെ, എഫ് ഇവിടെ.
എക്ക് മുകളിൽ ബി വരണം, എക്കും എഫിനും ഇടയിൽ 2 ഗ്യാപ്പ്. അപ്പം ഇവിടെ നോക്കിക്കേ, എഫ് 2 ഗ്യാപ്പിൽ എ ഇങ്ങോട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എഫ് 2 ഗ്യാപ്പിൽ എ ഇവിടെ കൊടുത്താൽ ഇതിന് മുകളിലേക്ക് പിന്നെ ബി കൊടുക്കാൻ പറ്റില്ല. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് 9 പറ്റുള്ളൂ. അപ്പം എഫ് 2 ഗ്യാപ്പിൽ എ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു എങ്കിൽ എക്ക് മുകളിൽ ബി ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ സ്ട്രക്ചർ വലുതാകുന്ന കേസിലാണ് ആൻസർ വന്നത്. ഇപ്പം വേണമെങ്കിൽ ഞാൻ മറ്റേ പോസിബിലിറ്റിയും കൂടെ നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിക്കാം. അതായത് നോക്കിക്കേ, ഞാൻ ആദ്യം എടുത്ത കേസിൽ നോക്കിക്കേ, H 1, 2, 3 ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിൽ G മുകളിലേക്കായിരുന്നു എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ G 1, 2 ഗ്യാപ്പിൽ ഇവിടെ ആയി വന്നേനെ. ഓക്കെ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ച് എച്ചും ഐയും അടുപ്പിച്ചു വരും. അങ്ങനാണെങ്കിൽ എച്ചിനും ഐക്കും ഇടയിൽ ഒരു ബോക്സും ഇല്ല. അപ്പൊ ഇക്കും ഡിക്കും ഇടയിലും വേറെ ബോക്സസ് കാണാനായിട്ട് പാടില്ല. ഓക്കെ, ഇപ്പൊ ടോട്ടൽ എത്ര ബോക്സ് ആയി നോക്കാം. 2, 4, 6, 7. ഇനി എക്സ്ട്രാ 2 ബോക്സസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അടുപ്പിച്ചു വരാൻ എനിക്കിനി സിയും എഫും മാത്രമാണ് ഉള്ളത്. അപ്പൊ സിയും എഫ് ഇവിടെ കൊടുത്താൽ എഫ് 2 ഗ്യാപ്പിൽ എ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ സിയും എഫും കൊടുത്താലും എഫ് 2 ഗ്യാപ്പിൽ എ കൊടുക്കാം. പക്ഷേ അപ്പൊ എക്ക് മുകളിൽ ബി വരേണ്ടി വരത്തില്ലേ? നോക്കിക്കേ, ദേണ്ടേ ഇവിടെ നോക്കിക്കോ, സിയും എഫും ഞാൻ ഇവിടെ കൊടുത്താൽ എഫ് 1, 2 ഗ്യാപ്പിൽ എ ഇവിടെ വരും. അപ്പൊ ടോട്ടൽ എത്ര ബോക്സ് ആയി? 2, 4, 6, 8, 9. പക്ഷെ എക്ക് താഴെ ബി ആയി പോകും. ഈ പോസിബിലിറ്റി പറ്റില്ല. ഇത് ആൻസർ കിട്ടി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മറ്റേ പോസിബിലിറ്റിയും കൂടെ എങ്ങനെയാണ് റോങ് ആയിട്ട് വരുന്നത് എന്ന് കാണിച്ചതാ. ക്ലിയർ ആണ്? കുഴപ്പമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന്റെ ഒരു 5 സബ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് എത്ര സ്പീഡിൽ ഞാൻ ഈ കണ്ടീഷൻസ് എഴുതിയ രീതി ശ്രദ്ധിച്ചു. ഒരു തവണ സെന്റൻസ് വായിക്കുക, അപ്പോൾ തന്നെ വളരെ സ്പീഡിൽ തന്നെ കണ്ടീഷൻസ് എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആദ്യമേ തന്നെ പെട്ടെന്ന് ഇത് മനസ്സിലാകണം എന്നില്ല. ഇപ്പം നമുക്ക് H is 4 ബോക്സസ് എബവ് ഇ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ കണ്ടീഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം എന്നില്ല. പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എല്ലാ പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിനകത്തിലും കണ്ടീഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ. എല്ലാ പസിൽസിനകത്തിലും ഓൾമോസ്റ്റ് സെയിം കണ്ടീഷൻസ് തന്നെയാണ് മാറ്റി മറിച്ചും വരുന്നത്. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യുക? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാകണം. ഇവരെയൊക്കെ നമുക്ക് ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ലെവലിലേക്ക് എത്തണം. അപ്പൊ പിന്നെ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈസിയാണ്. ഹൗ ടു മാസ്റ്റർ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രാക്ടീസ് ചെയ്ത് ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാകണം. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഇത് തന്നെയാണല്ലോ അവിടെയും വന്നിട്ടുണ്ടായിരുന്നത്, ഇതേ ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ആണല്ലോ ഇവിടെയും. പ്രിലിംസിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, യെസ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തത് സിലോജിസം ആണ്. അപ്പം മിസ്ലേനിയസും ഉണ്ടാകും, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റും ഉണ്ടാകും. ഇപ്പോൾ ഒരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അതിനുശേഷം വന്നിട്ടുള്ളത് സിലോജിസം ആണ്. സിലോജിസത്തിന്റെ കംപ്ലീറ്റ് വീഡിയോസും ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിലോജിസം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു 5 പാർട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സിലോജിസം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാർട്ട് 1 മുതൽ തന്നെ കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തെറ്റ് വരാത്ത രീതിയിൽ 100% ആക്യുറസിയോടുകൂടി എങ്ങനെ സിലോജിസം ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ചെയ്താലോ? എപ്പോഴും പറയുന്നത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, തനിയെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് മാത്രമേ ആൻസർ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. നോക്കാം. നമ്മൾ വെൻ ഡയഗ്രാം മെത്തേഡിലാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓൺലി എ ഫ്യൂ പബ്ലിഷ് ഈസ് റോൾ. പബ്ലിഷിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് റോൾ എന്ന് പറഞ്ഞാൽ പബ്ലിഷിന്റെ കുറച്ചു ഭാഗം എന്തല്ല? റോൾ അല്ല. സം റോൾ ഈസ് അക്കൗണ്ട്. കുറച്ച് റോൾ എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ട് ആണ്. ആൻഡ് സം അക്കൗണ്ട് ഈസ് ഡിമാൻഡ്. കുറച്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ആണ്. ഓക്കെ, കൺക്ലൂഷനിലേക്ക് വരാം. നോ റോൾ ഈസ് ഡിമാൻഡ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്യുക. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ നോക്കുക. നോ റോൾ ഈസ് ഡിമാൻഡ്. ഒരു റോളും ഡിമാൻഡ് അല്ല എന്ന് ഇവിടെ കാണുന്നുണ്ടോ? റോൾ ഇവിടെ കിടക്കുന്നു, ഡിമാൻഡ് ഇവിടെ കിടക്കുന്നു എന്ന് കരുതി ഇവർക്ക് തമ്മിൽ നോ റിലേഷൻ ആകണം എന്നില്ല. നോ റോൾ ഈസ് ഡിമാൻഡ് എന്നുള്ളത് കാണുന്നില്ല. സോ തെറ്റ്. അടുത്തതോ, സം പബ്ലിഷ് ബീങ് ഡിമാൻഡ് ഈസ് എ പോസിബിലിറ്റി. കുറച്ച് പബ്ലിഷ് ഡിമാൻഡ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, സം പബ്ലിഷ് ബീങ് ഡിമാൻഡ് ഈസ് എ പോസിബിലിറ്റി. അപ്പൊ ഇതാണ് പബ്ലിഷ്, ഇതാണ് ഡിമാൻഡ്. അപ്പൊ ഈ പബ്ലിഷും ഡിമാൻഡും തമ്മിൽ പോസിബിലിറ്റിക്ക് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പറയുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും നെഗറ്റീവ് റിലേഷൻ ഉണ്ടോ നോക്കാം. പബ്ലിഷും ഡിമാൻഡും തമ്മിൽ യാതൊരു നെഗറ്റീവ് റിലേഷനും കാണുന്നില്ല. സോ കുറച്ച് പബ്ലിഷിന് അല്ലെങ്കിൽ എല്ലാ പബ്ലിഷിനും എന്താകാൻ പറ്റും? ഡിമാൻഡ് ആകാൻ പറ്റും. സോ രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണ്. ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ് ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ.
ക്ലിയർ ആണേ? ഇവിടെ ആകെപ്പാടെ പബ്ലിഷിന്റെ കുറച്ചു ഭാഗം റോൾസ് അല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. only a few asset is revenue. അസറ്റിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ കുറച്ചു ഭാഗം എന്തല്ല? റവന്യൂ അല്ല. ആൻഡ് സം റവന്യൂ ഇസ് ഇക്വിറ്റി. കുറച്ച് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇക്വിറ്റി ആണ്. ആൻഡ് നോ ഇക്വിറ്റി ഇസ് ഫിസ്ക്കൽ. ഒരു ഇക്വിറ്റിയും എന്തല്ല? ഫിസ്ക്കൽ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. സം റവന്യൂ ഈസ് നോട്ട് ഫിസ്ക്കൽ. കുറച്ച് റവന്യൂ എന്ന് പറയുന്നത് ഫിസ്ക്കൽ അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണ്. പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ നോക്കാം. ഇവിടെ നോക്കിക്കേ, റവന്യൂവിന്റെ കുറച്ചു ഭാഗം ഇക്വിറ്റി ആണ്, അതെന്ന് പറയുന്നത് ഫിസ്ക്കൽ അല്ല എന്ന് കാണുന്നുണ്ട്. സോ ആദ്യത്തെ കൺക്ലൂഷൻ എനിക്ക് എന്ത് പറയാം? ട്രൂ ആണ് എന്ന് പറയാം. രണ്ടാമത്തേത് ഓൾ അസറ്റ് ബീങ് ഫിക്സൽ ഈസ് എ പോസിബിലിറ്റി. ഫിസ്ക്കൽ ഈസ് എ പോസിബിലിറ്റി. എല്ലാ അസറ്റിനും ഫിസ്ക്കൽ ആകാൻ പറ്റുമോ? പോസിബിലിറ്റി പറയുന്ന എലമെന്റ്സ് തമ്മിൽ എന്തെങ്കിലും ക്രോസ് റിലേഷൻ ഉണ്ടോ നോക്കുക. ഫിസ്ക്കൽ ആകെപ്പാട് ഇക്വിറ്റിക്ക് മാത്രമായിട്ടേ നോ റിലേഷൻ ഉള്ളൂ. ഫിസ്ക്കലിന് ഈ അതേപോലെ അസറ്റുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ നമ്മുടെ റവന്യൂവിന്റെ കുറച്ചു ഭാഗം ഇക്വിറ്റി ആയതുകൊണ്ട് ആ കുറച്ചു ഭാഗവുമായിട്ട് നോ റിലേഷൻ ഉണ്ട്. അല്ലാതെ അസറ്റുമായിട്ട് യാതൊരു കുഴപ്പമില്ല. എല്ലാ അസറ്റിനും എന്താകാം? ഫിസ്ക്കൽ ആകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ രണ്ട് കൺക്ലൂഷനും ട്രൂ ആണ്. ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. only a few profit is noticed. പ്രോഫിറ്റിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ കുറച്ചു ഭാഗം എന്തല്ല? നോട്ടീസ് അല്ല. സം നോട്ടീസ് ഈസ് എക്സ്പെൻഡിച്ചർ. കുറച്ച് നോട്ടീസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. ആൻഡ് ഓൾ എക്സ്പെൻഡിച്ചർ ഈസ് സബ്സിഡി. ക്ലിയർ? കൺക്ലൂഷനിലേക്ക് വരാം. സം നോട്ടീസ് ഈസ് സബ്സിഡി. കുറച്ച് നോട്ടീസ് സബ്സിഡി ആണ് എന്ന് കാണുന്നുണ്ടോ? യെസ്, ഡെഫിനറ്റ് ആയിട്ടും കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, നോട്ടീസിന്റെ കുറച്ചു ഭാഗം നമ്മുടെ എക്സ്പെൻഡിച്ചർ ആണ്. എല്ലാ എക്സ്പെൻഡിച്ചറും സബ്സിഡി ആയതുകൊണ്ട് എക്സ്പെൻഡിച്ചർ ആയ സബ്സിഡി എന്താണെന്ന് എനിക്ക് പറയാം? നോട്ടീസ് ആണ് എന്ന് പറയാം. ഡെഫിനറ്റ് ആയിട്ട് വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ. അടുത്തതോ നോ പ്രോഫിറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ. ഒരു പ്രോഫിറ്റും എക്സ്പെൻഡിച്ചർ അല്ല എന്ന് കാണുന്നുണ്ടോ? ഒരു പ്രോഫിറ്റും എക്സ്പെൻഡിച്ചർ അല്ല എന്ന് കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നില്ല. സോ തെറ്റ്. only കൺക്ലൂഷൻ 1 follows. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണേ? സെറ്റ്. അപ്പോൾ 3 ഒരു പസിൽ കഴിഞ്ഞു. അതിന്റെ 5 സബ് ക്വസ്റ്റ്യൻ. ഞാനത് ക്ലാസ്സിൽ നമ്മൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതിനുശേഷം 3 സിലോജിസം വന്നു. അടുത്തത് എഗെയിൻ ഒരു പസിലാണ്. കണ്ടിട്ട് ഒരു 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് പോസ് ചെയ്തിട്ട് തനിയെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് പസിൽ ആണെന്ന് നോക്കാം. 7 persons do different activities in 7 different months. അപ്പൊ 7 person 7 ഡിഫറെന്റ് മാസം. അപ്പൊ ഇതൊരു മന്ത് ബേസ്ഡ് പസിലാണ്. അപ്പോൾ ഏതൊക്കെ പേഴ്സൺ, ഏതൊക്കെ മാസം, ഏതൊക്കെ ആക്ടിവിറ്റി. ഇതൊരു 2 വേരിയബിൾ പസിലാണ്. PO എക്സാം ആയതുകൊണ്ട് തന്നെ 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷേ എല്ലാം 2 വേരിയബിൾ ആയിരിക്കും എന്നല്ല. നേരത്തെ ഒരു 1 വേരിയബിൾ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് കണ്ടെത്തി വളരെ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് പറ്റണം. ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ചൂസ് ചെയ്ത് നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ചെയ്യുന്നതിലാണ് നമ്മളുടെ കഴിവ്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു സമയത്ത് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? സ്ട്രക്ചർ വരയ്ക്കാം. കാരണം മന്ത് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ വരയ്ക്കണം. ടോട്ടൽ 7 മാസം 7 പേഴ്സൺ. 1 2 3 4 5 6 7. അപ്പൊ 7 പേഴ്സൺ 7 മാസം 7 ആക്ടിവിറ്റി. ഏതൊക്കെയാണ് നമ്മളുടെ മന്ത്സ് പറഞ്ഞേക്കുന്നത്? ജനുവരി, മാർച്ച്, ഏപ്രിൽ. ആദ്യം കോൺസിക്യൂട്ടീവ് മന്ത് ആണോ നോക്കണം. കോൺസിക്യൂട്ടീവ് മന്ത് അല്ല. ജനുവരി, ഏപ്രിൽ അല്ല, മാർച്ച് ഉണ്ടായിരുന്നേ. ജനുവരി, മാർച്ച്, ഏപ്രിൽ, ദെൻ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ആൻഡ് നവംബർ. ഓക്കെ, അപ്പോൾ നമ്മൾ മാസവും നമ്പർ ഓഫ് ഡേയ്സും എന്ത് ചെയ്യണം? എഴുതിയിടാം. ജനുവരി ആണെങ്കിൽ 31, മാർച്ച് ആണെങ്കിൽ 31, ഏപ്രിൽ ആണെങ്കിൽ 30, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31 ആൻഡ് നവംബർ 30. ഇത് നിർബന്ധമായിട്ടും എഴുതണം. കാരണം നമ്മുടെ കണ്ടീഷൻസ്, മന്ത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, നമ്മുടെ കണ്ടീഷൻസ് എല്ലാം നമ്പർ ഓഫ് ഡേയ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വരാറുണ്ട്. അവിടെ നിന്ന് ആലോചിക്കാനും വേണ്ടി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. ഏത് മാസമാണ് കൃത്യമായിട്ട് 30 ദിവസമുള്ളത്, 31 ദിവസമുള്ളത്? ഫെബ്രുവരി ലീപ്പ് ഇയർ വരുമ്പോൾ 29 ആയിരിക്കും, അല്ലാത്തതാണെങ്കിൽ 28 ഡേയ്സ് ആയിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയണം. 30 ഓർത്തിരിക്കുക. 30 വളരെ എളുപ്പമാണ്. കാരണം ഏപ്രിൽ, ജൂൺ, പിന്നെ സെപ്റ്റംബർ ആൻഡ് നവംബർ, ഈ 4 മാസം മാത്രമേ നമുക്ക് 30 ദിവസം ഉള്ളതുള്ളൂ. ബാക്കിയെല്ലാം 31 ദിവസമാണ്. ഓക്കെ, നോക്കാം. ഇനി അവർക്ക് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? കണ്ടീഷൻസിലേക്ക് കടക്കാം.
സൈക്ലിംഗ് ഈസ് ഡൺ ഇൻ ദി മന്ത് ഓഫ് 30 days. അപ്പൊ സൈക്ലിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത് 30 ദിവസമുള്ള മാസത്തിലാണ്. നോക്കുമ്പോൾ ഇത് 30, ഇത് 30, ഇതും 30. 3 പോസിബിലിറ്റി ഉണ്ട്. ഉടനെ ആദ്യമേ ചാടിക്കയറി 3 പോസിബിലിറ്റി എടുക്കണ്ട. നമുക്ക് വളരെ സ്പീഡിൽ കണ്ടീഷൻസ് എഴുതാം. പ്രത്യേകിച്ച് 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ഒക്കെ പോസിബിലിറ്റി എടുത്തോണ്ടിരുന്നാൽ ഒത്തിരി സമയം എടുക്കും. അതിനുള്ളൊരു ടൈം ഒരിക്കലും നമുക്ക് കിട്ടില്ല. 3 persons are between S and the one who do cycling. എസ്സിനും സൈക്ലിങ്ങിനും ഇടയിൽ 3 പേഴ്സൺ ഗ്യാപ്പ്. അപ്പൊ നോക്കിക്കേ, 3 പേഴ്സൺ ഗ്യാപ്പ് ആണ്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവിടാണ് സൈക്ലിംഗ് കൊടുക്കുന്നതെങ്കിൽ 1, 2, 3 ഗ്യാപ്പിൽ ഇങ്ങോട്ട് വരാം എസ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 1, 2, 3 ഇങ്ങോട്ട് പറ്റില്ല, 1, 2, 3 ഇങ്ങോട്ടും പറ്റില്ല. അപ്പൊ 2 പോസിബിലിറ്റി, ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഓക്കെ, അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഉടനെ എടുക്കണ്ട 2 പോസിബിലിറ്റി. നമുക്ക് താഴേക്ക് കണ്ടീഷൻസ് എഴുതാം. 1 person between S and T. എസ്സിനും ടിക്കും ഇടയിൽ ഒരു ഗ്യാപ്പ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കണ്ടീഷൻസ് എഴുതുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാ. ബിക്കോസ് എസ്സിന് മുകളിലേക്കും ടി വരാം, എസ്സിന് താഴേക്കും ടി വരാം. എസ്സിന് മുകളിലേക്കും സൈക്ലിംഗ് വരാം, എസ്സിന് താഴേക്കും സൈക്ലിംഗ് വരാം. നമ്പർ ഓഫ് പേഴ്സൺ ആഫ്റ്റർ ടി ഈസ് സെയിം as ബിഫോർ ദി വൺ ഹൂ ഡസ് യോഗ. അതായത് ടിക്ക് മുന്നേ എത്ര പേഴ്സൺ ഉണ്ടോ അത്രയും ആൾക്കാർ യോഗ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്ക് താഴെയുണ്ട് എന്ന് പറഞ്ഞാൽ ടിയും യോഗയും പെയേഴ്സ് ആണെന്ന് എനിക്ക് പറയാം. എന്താ പറയാ? ടിയും യോഗയും പെയേഴ്സ് ആണെന്ന് എനിക്ക് പറയാം. പി ഈസ് ജസ്റ്റ് ബിഫോർ ദി വൺ ഹൂ ഡൺ ഡാൻസിങ്. പി എന്ന് പറയുന്നത് ഡാൻസിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്ക് തൊട്ടു മുകളിലാണ് പി എന്ന് പറയുന്നത്. മോർ ദാൻ 3 person between P and V who does meditation. പിക്കും വിക്കും ഇടയിൽ എത്ര പേഴ്സൺ ഗ്യാപ്പാണ്? 3 പേഴ്സൺ ഗ്യാപ്പ്. 3 പേഴ്സൺ ഗ്യാപ്പ്. പിക്കും വിക്കും ഇടയിൽ മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ മിനിമം 4. പിക്കും വിക്കും ഇടയിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ, പിക്കും വിക്കും ഇടയിൽ മോർ ദാൻ 3 എന്ന് പറയുമ്പോൾ മിനിമം 4. അപ്പോൾ ഇവിടെ ടോട്ടൽ 7 പേരേ ഉള്ളൂ. മിനിമം 4, ഇവർ 2 കൂടെ കൂട്ടി 5, 6 പ്ലസ് 1 കൂടെ വരുള്ളൂ. അപ്പൊ 100% ഉറപ്പിച്ചോ, ഒന്നെങ്കിൽ പി ഓർ വി ഇവിടെ, അല്ലെങ്കിൽ പി ഓർ വി ഇവിടെ. ഈ ഇത്രയും സ്ഥലത്ത് മാത്രമേ പി ഓർ വി വരാൻ പറ്റുള്ളൂ. കാരണം അവർക്കിടയിൽ മിനിമം ആണ് 4, അത് 5ഉം ആകാം. ഓക്കെ, ഈ മോർ ദാൻ, അറ്റ്മോസ്റ്റ്, അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുന്ന ടേം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇവിടെ ഇപ്പം മോർ ദാൻ 3 എന്ന് പറഞ്ഞാൽ മിനിമം 4 വേണം. അറ്റ്ലീസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ മിനിമം 3 വേണം. അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ മാക്സിമം 3 പാടുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു തവണ വായിക്കുമ്പോൾ തന്നെ ആ കണ്ടീഷൻസ് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്ന ലെവലിലേക്ക് നമ്മളുടെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ എത്തിച്ചേരണം. ഇനി ഹൈക്കിംഗ് ഈസ് ഡൺ ഇൻ ദി മന്ത് ഓഫ് 30 days ബിഫോർ ആർ. അപ്പൊ ഹൈക്കിംഗ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, ഹൈക്കിംഗ് ഈസ് ഡൺ ഇൻ ദി മന്ത് ഓഫ് 30 days ബിഫോർ ആർ. 6 മുന്നേ ഉള്ള മാസത്തിലാണ് ഹൈക്കിംഗ്. അതും എത്ര ദിവസമുള്ള മാസത്തിലാ? 30 ദിവസമുള്ള മാസത്തിലാ. റീഡിംഗ് ഈസ് ഡൺ ബിഫോർ ക്യൂ ഹു ഈസ് നോട്ട് ഡു ഹൈക്കിംഗ്. അപ്പൊ ക്യൂ എന്തല്ല? ഹൈക്കിംഗ് അല്ല. പക്ഷെ റീഡിംഗ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? റീഡിംഗ് എന്ന് പറയുന്നത് ക്യൂവിന് മുന്നേ ആയിരിക്കണം. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എവിടെ നിന്നെടുത്ത് സ്റ്റാർട്ട് ചെയ്യും? സൈക്ലിംഗ് എന്തായാലും ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും ഈ ഇടയ്ക്ക് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇനി കണ്ടീഷൻസ് എടുത്തു പോവുക, കിട്ടിയില്ലെങ്കിൽ വളരെ പെട്ടെന്ന് മാറ്റുക. അല്ലെങ്കിൽ ഒരേ സമയം 2 പോസിബിലിറ്റി പോകുന്നവർക്ക് പോകാം. 2 വേരിയബിൾ ആയതുകൊണ്ടാണ് കൺഫ്യൂഷൻ കൂടുന്നതിനേക്കാൾ നല്ലത് സ്ട്രക്ചർ വലുതാക്കി വരച്ചിടുക, പെട്ടെന്ന് കൊടുക്കുക, കണക്ട് ചെയ്യുക. നോക്കാം, ശ്രദ്ധിച്ചേ. സൈക്ലിംഗ് 30 days ഇവിടെ എടുത്താൽ, കാരണം ഇവിടാണ് ഈ 30-ന് സൈക്ലിംഗ് എടുത്താൽ ഇങ്ങോട്ടേക്ക് 3 ഗ്യാപ്പിൽ എസ്സോ ഇങ്ങോട്ടേക്ക് 3 ഗ്യാപ്പിൽ എസ്സോ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നെങ്കിൽ സൈക്ലിംഗ് ഇവിടെ അല്ലെങ്കിൽ സൈക്ലിംഗ് ഇവിടെ. ഈ 2 പോസിബിലിറ്റിയേ ഉള്ളൂ. സൈക്ലിംഗ് ഇവിടെ വന്നാൽ 1, 2, 3 ഗ്യാപ്പിൽ ആര് വരണം? നോക്കിക്കേ, 1, 2, 3 ഗ്യാപ്പിൽ ആര് വരണം? വേണ്ട, എസ് വരണം. ഓക്കെ, ഇനി എസ് ഒരു ഗ്യാപ്പിൽ ടി ഉണ്ട്. ശ്രദ്ധിക്കുക, കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. എസ് ഒരു ഗ്യാപ്പിൽ ടി ഉണ്ട്. ടിയും യോഗയും പെയേഴ്സാ. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇപ്പൊ എസ് ഒരു ഗ്യാപ്പിൽ ടി ഇങ്ങോട്ടാ കൊടുക്കുന്നതെന്ന് വെച്ചോ. ടിക്ക് മുകളിൽ ആരുമില്ല, അപ്പൊ യോഗയ്ക്ക് താഴെയും ആരും വരാൻ പാടില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി സൈക്ലിംഗ്, അപ്പൊ എനിക്ക് യോഗ കൊടുക്കാൻ പറ്റില്ല. അതാണ് പെയേഴ്സ്. അതായത് ഇങ്ങനെ വരുന്നവർ ഇവിടെ ഇവിടെ, അല്ലെങ്കിൽ ഇതാണ്ട് ഇവിടെ 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 ഇങ്ങനെ വരൂ. അതായത് ടി ഇവിടെ വന്ന യോഗ ഇവിടെ വരണം, ടി ഇവിടെ വന്ന യോഗ ഇവിടെ വരണം. മനസ്സിലായോ? പക്ഷെ എസ് ഒരു ഗ്യാപ്പിൽ ടി ഇവിടെ കൊടുത്താൽ ഒരിക്കലും എനിക്ക് ഇവിടെ യോഗ കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ സൈക്ലിംഗ് ഇവിടെ എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ് ഒരു ഗ്യാപ്പിൽ എനിക്ക് ടി ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ടിക്ക് താഴെ 2 എണ്ണം,
എങ്കിൽ യോഗയ്ക്ക് മുകളിലും 2 എണ്ണം. നോക്കിക്കേ 2 ഗ്യാപ്പിൽ. അപ്പൊ യെസ് വരും യോഗ ഇവിടുത്തെ കേസിൽ, ഈ എടുത്ത പോസിബിലിറ്റിയിൽ. പക്ഷെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് സൈക്ലിംഗ് ഇവിടെ എടുത്തിട്ട് എനിക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈക്ലിംഗ് എടുക്കേണ്ടി വരും എന്ന വ്യക്തമായ ധാരണ എനിക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കണ്ടീഷൻ കഴിഞ്ഞു. ഇനി നോക്കിക്കേ പിയും ബിയും പിക്ക് തൊട്ട് താഴെ ഡാൻസിങ് വരണം. പിയും ബിയും ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ പി കൊടുത്താൽ പിക്ക് തൊട്ട് താഴെ ഡാൻസിങ് കൊടുക്കാം. 1 2 3 4 ഇവിടെ വേണേ വി കൊടുക്കാം. അല്ല, വി ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം ഇവിടെ വി കൊടുത്താൽ സൈക്ലിംഗ്, വി മെഡിറ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പി കൊടുത്താൽ ഇവിടെ തൊട്ട് താഴെ എനിക്ക് ഡാൻസിങ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിക്ക് ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, കാരണം പിക്കും ബിക്കും ഇടയിൽ മിനിമം എത്ര വേണം? 4 വേണം. സോ 100% പി ഇവിടെ, ഡാൻസിങ് ഇവിടെ. അങ്ങനാണെങ്കിൽ വി എനിക്ക് മെഡിറ്റേഷൻ ഇവിടെയേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവർക്കിടയിൽ എത്ര വന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ, 1 2 3 4 ഗ്യാപ്പിൽ വന്നിട്ടുണ്ട്. സെറ്റാ. ഇനി എന്താ നോക്കിക്കേ, ഹൈക്കിങ് 30 ദിവസമുള്ള മാസത്തിലായിരിക്കണം. ഇവിടെ 30 ഓൾറെഡി സൈക്ലിംഗ് പോയി, ഇവിടെ ഏപ്രിൽ ഓൾറെഡി യോഗ പോയി. അപ്പൊ പിന്നെ വേണ്ട ഹൈക്കിംഗ് കൊടുക്കാൻ ഇതേ ഉള്ളൂ സ്ഥലം, അത് 6 മുന്നേ ആയിരിക്കണം. അപ്പൊ പിന്നെ 6 എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 6 ഇവിടെ, വേണ്ട ഹൈക്കിംഗ് ഇവിടെ. ഇത് ഓൾമോസ്റ്റ് ആൻസർ കിട്ടും എന്ന് തോന്നുന്നു. വളരെ സ്പീഡിൽ കൊടുക്കുക. ക്യൂവിന് മുകളിൽ റീഡിങ് വരണം. പക്ഷെ ക്യൂ എന്തല്ല, ഹൈക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ ഹൈക്കിംഗ് അല്ല, ക്യൂവിന് മുകളിൽ റീഡിങ് വരണം. അപ്പൊ പിന്നെ റീഡിങ് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്യൂ ഇവിടെ, കാരണം ഇവിടെ ഞാൻ ക്യൂ കൊടുത്താൽ അത് ഹൈക്കിംഗ് ആയിപ്പോവും, പറ്റത്തില്ല. അപ്പൊ ക്യൂവിന് മുകളിൽ റീഡിങ് വരണമെങ്കിൽ ദാണ്ട് ഇതേ ഉള്ളൂ സ്ഥലം. ഇനി നമുക്ക് മിച്ചമുള്ള ഒരു പേഴ്സൺ ഉണ്ട്, മിച്ചമുള്ള ഒരു ഐറ്റം ഉണ്ട്. ഏതാന്ന് നോക്കാം. ഇവിടെ ആരാ മിച്ചമുള്ള പേഴ്സൺ? യു ആണ്. യു കൊടുക്കുക. ഏതാണ് നമുക്ക് ആക്ടിവിറ്റി? ഏതാണ്? മെഡിറ്റേഷൻ, യോഗ, ഡാൻസിങ്, സൈക്ലിംഗ് ആൻഡ് ക്യാമ്പിംഗ്. യെസ്, മിച്ചമുള്ള ഇതെന്ന് പറയുന്നത് ക്യാമ്പിംഗ് ആണ്. സോ ക്വസ്റ്റ്യൻ സോൾവ് കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് വളരെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റണം. നോക്കിക്കേ, ആദ്യത്തെ പസിൽ 1 വേരിയബിൾ ആയിരുന്നു, കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടി. ഇതും നമുക്കൊരു 2 മിനിറ്റ് പസിലാ. വളരെ സ്പീഡിൽ കൊടുക്കുക, വ്യക്തമായി ധാരണ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എളുപ്പമുള്ള പസിലാ. കാര്യം എന്താണ്? എവിടാണ് നമുക്ക് സൈക്ലിംഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം, ഏത് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യണം, ഏതെടുക്കണം, ഇത്രയുള്ള കാര്യം. ഇത് നിങ്ങൾക്ക് ചെയ്തുള്ള പ്രാക്ടീസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാനായിട്ട് പറ്റണം. ക്ലിയർ ആണേ? ഓക്കെ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തതും ഒരു പസിലാണ്. നമുക്കൊന്ന് നോക്കാം. 1 വേരിയബിൾ ആണോ 2 വേരിയബിൾ ആണോ? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ 1 വേരിയബിൾസ് ആദ്യം ചെയ്യാം, എന്നിട്ട് മാത്രം 2 വേരിയബിൾ. ഇതിപ്പോ 3ാമത്തെ പസിലാ അല്ലേ? ഞാൻ പറഞ്ഞു PO ആയതുകൊണ്ട് തന്നെ പസിൽസിന്റെ എണ്ണം, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഇതൊരു 14 പേഴ്സൺസിന്റെ പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. സോ ഇറ്റ്സ് എ 1 വേരിയബിൾ ക്വസ്റ്റ്യൻ. സോ വളരെ പെട്ടെന്ന് ചെയ്തോ തനിയെ, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. 14 persons sits in 2 parallel rows containing 7 persons in each row. 14 പേഴ്സൺസിന്റെ പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എളുപ്പമാണ് ആക്ച്വലി. പക്ഷെ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നമ്മുടെ ബ്രെയിനെ കൺഫ്യൂസ് ആക്കാത്ത രീതിയിൽ എഴുതണം. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് ഒരിക്കലും റോ 1 റോ 2 എന്ന് കൊടുക്കാൻ പാടില്ല. ഇതിൽ നോക്കിക്കേ, PQRST ആണ് റോ 2. അവിടെ എല്ലാവരും സൗത്തിലേക്കാണ്. അതേപോലെ A മുതൽ G വരെ ഉള്ളവരാണ് നോർത്തിലേക്ക്. അപ്പൊ നോർത്തിലുള്ള ആൾക്കാരുടെ കണ്ടീഷൻസ് നോർത്ത് എടുത്തും സൗത്തിലുള്ള ആൾക്കാരുടെ കണ്ടീഷൻസ് സൗത്ത് എടുത്തും തന്നെ എഴുതുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. 7 പേഴ്സൺ അല്ലേ? 3 4 5 6 7. അപ്പൊ ഇവരെല്ലാവരും എങ്ങോട്ടേക്കാ? സൗത്തിലേക്ക്. ഇവരെല്ലാവരും എങ്ങോട്ടേക്കാ? നോർത്തിലേക്ക്. അപ്പോൾ റോ 1-ലുള്ളവർ നോർത്തിലേക്ക്, 2-ലുള്ളവർ സൗത്തിലേക്ക്. 1-ലുള്ള ആൾക്കാരെന്ന് പറയുന്നത് A മുതൽ G വരെയും, സൗത്തിലുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് P മുതൽ V വരെയും. ഇത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തത് ഈ ആൾക്കാരുടെ കണ്ടീഷൻ സൗത്ത് അസ്യൂം ചെയ്തും ഈ ആൾക്കാരുടെ കണ്ടീഷൻസ് നോർത്ത് അസ്യൂം ചെയ്തും ഇതിനെ നേരെ എഴുതിയാൽ ഒരിക്കലും നമുക്ക് തെറ്റില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഇവരെ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ 3 persons sit between B and D. ബിക്കും ഡിക്കും ഇടയിൽ 3 പേഴ്സൺ ഗ്യാപ്പ്. ഓക്കെ, ബിക്കും ഡിക്കും ഇടയിൽ 3 പേഴ്സൺ ഗ്യാപ്പ്. ബിയുടെ റൈറ്റിലേക്കും വരാം, ബിയുടെ ലെഫ്റ്റിലേക്കും വരാം. ഡി സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദി എൻഡ്. ഡി എന്ന് പറയുന്ന ആള് എൻഡില. അപ്പൊ എത്ര പോസിബിലിറ്റി? ഒന്നെങ്കിൽ ഡി ഇവിടെ, അല്ലെങ്കിൽ ഡി ഇവിടെ. ഞാൻ ഉടനെ പോസിബിലിറ്റി എടുത്തില്ല, നോക്കാം നമുക്ക്.
2 person between Q and the one who faces B. അപ്പോൾ ബിയെ ഫേസ് ചെയ്യുന്ന ആൾക്കും ക്യൂവിനും ഇടയിൽ 2 പേഴ്സൺ ഗ്യാപ്പ്. നോക്കിക്കേ, ബിയെ ഫേസ് ചെയ്യുന്ന ആളും ക്യൂവിനും ഇടയിൽ 2 പേഴ്സൺ ഗ്യാപ്പ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങോട്ടേക്കാണ്, ഞാൻ ആരോ കൊടുത്തില്ല. എനിക്ക് വ്യക്തമായി പൊസിഷൻ അറിയാമെങ്കിൽ ഞാൻ ആരോ കൊടുക്കും. വ്യക്തമായി പൊസിഷൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ആരോ കൊടുക്കാത്തത്. ഓക്കെ, 1 person between Q and T. ക്യൂവിനും ടിക്കും ഇടയിൽ 1 പേഴ്സൺ ഗ്യാപ്പ് കണക്ട് ചെയ്ത് കൊടുത്തു. അവിടെയും ഞാൻ ആരോ കൊടുത്തില്ല, എനിക്ക് അറിയില്ല. U sits fourth to the right of S but does not sit opposite to D. നോക്കിക്കേ, U sits fourth to the right of S. അപ്പോൾ U എന്ന് പറയുന്നത് എസിൻ്റെ ഫോർത്ത് ടു റൈറ്റിലാണ്. U sits fourth to the right of S but does not sit opposite to D. U ഡിക്ക് ഓപ്പോസിറ്റ് വരാനായിട്ട് പാടില്ല. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര പേഴ്സൺ ആയി? 1 2 3 4 5. അപ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. എഗെയിൻ 6 7. എസ് ഇവിടെ വരാം, എസ് ഇവിടെ വരാം, എസ് ഇവിടെയും വരാം. ഓക്കെ, 1 person between A and the one who faces S. എസിനെ ഫേസ് ചെയ്യുന്ന ആളും എയ്ക്കും ഇടയിൽ 1 ഗ്യാപ്പ്. ക്ലിയർ ആണേ. ആൻഡ് G sits immediate right of C. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റില്ല G. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ നോർത്ത് ബേസ് ചെയ്തും എസിനെയും യുവിനെയും ബേസ് ചെയ്യുന്ന കണ്ടീഷൻസ് സൗത്ത് എടുത്തുമാണ് എഴുതുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല അങ്ങോട്ട് എഴുതുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ കൊടുക്കുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. P does not face C. P ആരെ ഫേസ് ചെയ്യുന്ന ആളല്ല, സിയെ ഫേസ് ചെയ്യുന്ന ആളല്ല. ലാസ്റ്റ് കണ്ടീഷൻ, നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ്സ് ടു ദി റൈറ്റ് ഓഫ് എഫ് ആൻഡ് വി ആർ ഈക്വൽ. എഫിൻ്റെ റൈറ്റിൽ എത്ര പേഴ്സൺ ഉണ്ടോ അത്രയും ആൾക്കാർ വിയുടെ ലെഫ്റ്റിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവർ രണ്ടുപേരും പെയേഴ്സ് ആണ്. പക്ഷേ ഡയറക്ഷൻ ശ്രദ്ധിച്ചോണം. ഫോർ എക്സാമ്പിൾ എഫ് ഇവിടെ ആണെങ്കിൽ എഫിൻ്റെ റൈറ്റിൽ ആരും ഇല്ല. അപ്പം അതേണ്ട വി ഇവിടെ വരണം, വിയുടെ റൈറ്റിലും ആരും ഇല്ല. ദേ ആർ നോർത്ത് ആൻഡ് സൗത്ത്. ക്ലിയർ ആണോ? അപ്പോൾ എൻ്റെ ചോദ്യം എവിടെ നിന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും? എനിക്ക് തോന്നുന്നു ഡി എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്നു. ഒന്നെങ്കിൽ ഡി ഏതെങ്കിലും ഒരു എൻഡിൽ എടുക്കുക, എന്നിട്ട് എസും യുവും കൊടുക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരേ സമയം നിങ്ങൾക്ക് 2 പോസിബിലിറ്റി പോകാം. ഡി 3 ഗ്യാപ്പിൽ ബി ഇവിടെ വന്നു. ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളും ക്യൂവിനും ഇടയിൽ 2 ഗ്യാപ്പ്. അപ്പോൾ 2 ഗ്യാപ്പിൽ ഇതേണ്ട ക്യൂ ഇവിടെ, ക്യൂ 1 ഗ്യാപ്പിൽ ടി ഇവിടെ. സെറ്റാണേ. ഇനി ആരാ നമുക്കുള്ള എസും യുവും. എസ് ഇവിടെ വന്നാൽ 1 2 3 ഗ്യാപ്പിൽ യു ഇവിടെ വരാം. ഇതൊരു പോസിബിലിറ്റി. എസ് ഇവിടെ വന്നാൽ 1 2 3 ഗ്യാപ്പിൽ യു പറ്റില്ല. ഇവിടെ എസ് വന്നാൽ 1 2 3 ഗ്യാപ്പിൽ ഇവിടെയും യു പറ്റില്ല. ബിക്കോസ് കാര്യം എന്താ, യുവും ഡിയും ഓപ്പോസിറ്റ് വരാൻ പാടില്ല. അപ്പം എസ് ഇവിടെ വരാൻ പറ്റുള്ളൂ. 1 2 3 ഗ്യാപ്പിൽ യു ഇവിടെ. സെറ്റാണേ. ഇനി ആരാ നമുക്കുള്ളതെന്ന് പറയുന്നത് യുവിന് ഓപ്പോസിറ്റ്. ഇനി എസിനെ ഫേസ് ചെയ്യുന്ന ആളും എയ്ക്കും ഇടയിൽ 1 ഗ്യാപ്പ്. തെറ്റാണ് ഈ പോസിബിലിറ്റി. കാര്യം എന്താ, എസിനെ ഫേസ് ചെയ്യുന്ന ആളും എയ്ക്കും ഇടയിൽ 1 ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ തെറ്റി. കാരണം ഇവിടെ ഓൾറെഡി ബി എ കൊടുത്തേക്കാണ്, പറ്റില്ല. അപ്പോൾ 100% ഉറപ്പിച്ചോ, ഡി എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിലല്ല. ഡി അപ്പോൾ എവിടെയാ? റൈറ്റ് എൻഡിലാണ്. അപ്പോൾ 1 2 3 ഗ്യാപ്പിൽ ബി ഇവിടെ. ഇനി നോക്കാം, ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളും ക്യൂവിനും ഇടയിൽ ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റില്ല. സോ ബി ഫേസ് ചെയ്യുന്ന ആളും ക്യൂവിനും ഇടയിൽ 2 ഗ്യാപ്പ്, ക്യൂ 1 ഗ്യാപ്പിൽ ടി. ഓക്കെ, ഇനി നമുക്ക് എസ് എടുക്കാം. എസ് ഇവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എസ് ഇവിടെ എടുത്ത് നോക്കാം. എസ് ഇവിടെ എടുത്താൽ 1 2 3 ഗ്യാപ്പിൽ ഇതേണ്ട യു ഇവിടെ. ഇനി നോക്കിക്കേ, എസിനെ ഫേസ് ചെയ്യുന്ന ആളും എയ്ക്കും ഇടയിൽ 1 ഗ്യാപ്പ്. സോ ഇവിടെ കിട്ടി. എസിനെ ഫേസ് ചെയ്യുന്ന ആളും എയ്ക്കും ഇടയിൽ 1 ഗ്യാപ്പ്. അങ്ങനാണെങ്കിൽ ഇവിടെ വേണ്ട താഴത്തെ പൊസിഷനിൽ നോക്കിക്കേ, സിയും ജിയും ഒരുമിച്ചെടുക്കാൻ എനിക്ക് എവിടെ മാത്രമേ സ്ഥലമുള്ളൂ? ദേണ്ട് ഇവിടെ മാത്രം. അപ്പം ഞാൻ ദേ ഇവിടെ കൊടുത്തു. സിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ജി. ക്ലിയർ ആണേ. സിക്ക് ഓപ്പോസിറ്റ് പി വരാൻ പാടില്ല. പിന്നെ ആരാ നമുക്ക് മിച്ചമുള്ളത് ആരാ? എഫും ബിയും പെയേഴ്സാ. ദാറ്റ് ഈസ് ദി കീ കണ്ടീഷൻ. വേണ്ടേ, ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഇത് നോക്കിക്കേ, എഫും ബിയും പെയേഴ്സാ. എനിക്കിനി എഫ് കൊടുക്കാൻ ഒന്നെങ്കിൽ എഫ് ഇവിടെ അല്ലെങ്കിൽ എഫ് ഇവിടെ. ഇവിടെ ഞാൻ എഫ് കൊടുത്താൽ എഫിൻ്റെ റൈറ്റിൽ ഒരാൾ, അപ്പം വിയുടെ ലെഫ്റ്റിൽ ഒരാൾ കിട്ടും. ഇവിടെ ഞാൻ എഫ് കൊടുത്താൽ 1 2 3 പേര്. ഇവിടെ 1 2 3 എനിക്ക് വി കൊടുക്കാൻ പറ്റില്ല, അവിടെ ഓൾറെഡി ടീയാ. അപ്പോൾ പിന്നെ 100% ഉറപ്പിച്ചോ എഫ് ഇവിടെ, വി ഇവിടെ. അങ്ങനാണെങ്കിൽ സിക്ക് ഓപ്പോസിറ്റ് പി വരാൻ പാടില്ല. സോ ഇവിടെ പി വരുന്നു. മിച്ചം വന്നതാരാ? MNO PQ 6 വരും. ഇവിടെ ആരാ മിച്ചമുള്ളത്? ഇ വന്നു. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. ഇതൊരു 1 വേരിയബിൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
അപ്പം നിങ്ങൾ ഈ ഷിഫ്റ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് വിത്ത് 100% ആക്യുറസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുക. തൊട്ട് മുന്നേ ഉള്ള 2 വേരിയബിൾ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല ശരിക്കും. ക്ലിയർ ആണേ? യെസ്. അപ്പോൾ 3 പസിലും സിലോജിസവും കഴിഞ്ഞു. എഗെയിൻ അടുത്തതൊരു പസിലാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ടോട്ടൽ 4 പസിലാണ്. അതിൽ വേണ്ട ഇവിടെ അല്ല, ഇത് 4 പസിലെന്നല്ല, ഇനി അടുത്തത് പസിലും കൂടെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇതും എഗെയിൻ ഒരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് എന്ത് ടൈപ്പ് ഓഫ് പസിലാ? ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊന്ന് തനിയെ ട്രൈ ചെയ്യുക, എന്നിട്ട് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 7 പേഴ്സൺസ് എന്ത് ചെയ്തേക്കാണ്? ഈ തന്നിരിക്കുന്ന ഓരോ വർഷവും ജനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2025 ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും എഗെയിൻ ഒരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ സ്ട്രക്ചർ വരയ്ക്കണം. എല്ലാ ക്വസ്റ്റ്യനും ഏജ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. തന്നിരിക്കുന്ന കണ്ടീഷൻസിനനുസരിച്ചിട്ട് വേണം ഏജ് കാൽക്കുലേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. 7 പേഴ്സൺ 1 2 3 4 5 6 7 ഇയേഴ്സ് ഏതൊക്കെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഇയേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ അസെൻഡിങ് ഓർഡറിൽ ടോപ്പ് ടു ബോട്ടം എഴുതുക. അപ്പോൾ നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. 1955, അടുത്തത് 61 72, 72, ദെൻ 87 98, 98, അടുത്തത് 2006 2017. ഓക്കെ, ഇയർ എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. കാരണം ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? 61 72 87 98, അടുത്ത 2006 2017 കറക്റ്റാ. ഓക്കെ, ഇനി കേട്ട പാതി ഇയർ ബേസ്ഡ് ബസ്സിലാണെന്ന് കരുതി ആദ്യമേ ചാടിക്കേറി ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. തന്നിരിക്കുന്ന കണ്ടീഷൻസിനകത്തിൽ ഇന്നാളുടെ ഏജും ഇന്നാളുടെ ഏജൂടെ ഇത്ര ഡിഫറൻസ് വരണം, അല്ലെങ്കിൽ ഇവരുടെ ക്യൂബ് ആയിരിക്കണം, സ്ക്വയർ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രം മതി. ചിലത് നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയും സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, എംസ് ഏജ് ഇസ് എ ക്യൂബ് നമ്പർ. എമ്മിന്റെ ഏജ് എന്ന് പറയുന്നത് ക്യൂബ് നമ്പറാണ്. ആ ഒരൊറ്റ കണ്ടീഷനിൽ ഞാൻ തീരുമാനിച്ചു ഏജ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക? 2025 ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓരോന്നും 2025 നിന്ന് സബ്ട്രാക്ട് ചെയ്ത് സമയം കളയണ്ട. ഏറ്റവും ചെറിയ ആളുടെ ഏജ് 2025 നിന്ന് കുറയ്ക്കുക. 17 വരുമ്പോഴത്തേക്കിന് ഇവിടെ അപ്പോൾ ഏജ് എത്ര വരും? 8 അല്ലേ വരിക? 17 8 അല്ല 25. എന്നിട്ട് ഇവര് തമ്മിൽ ഈ തൊട്ട് മുന്നിലത്തെ ആളും വർഷവും തമ്മിൽ എത്ര ആണോ ഡിഫറൻസ് അത് മുകളിലേക്ക് കൂട്ടി പോയാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. അതാണ് എളുപ്പമുള്ള മെത്തേഡ്. ഇപ്പോൾ സ്പീഡിൽ ആഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. മുകളിൽ നിന്ന് എഴുതിയാൽ നമ്മൾ കുറയ്ക്കേണ്ടി വരും. സബ്ട്രാക്ഷനൊക്കെ കൂടുതൽ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഡീഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇയറും അസെൻഡിങ് ഓർഡറിൽ ടോപ്പ് ടു ബോട്ടം എഴുതാനായിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല, ആരാണ് മൂത്തത് ആരാണ് ഇളയത് എന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ഇതിലൂടെ വളരെ പെട്ടെന്ന് പറ്റും. അപ്പൊ നോക്കിക്കേ, 2006 വരുമ്പോഴത്തേക്കിന് എത്ര വരും? 19 വരത്തില്ലേ? അടുത്തത് 98 വരുമ്പോഴത്തേക്കിന് 27 വരും. അടുത്ത 87 വരുമ്പോഴത്തേക്കിന് നമുക്ക് 38 അല്ലേ? ഇൻഡയറക്റ്റ് അല്ലേ വരുന്നത്? യെസ്, കറക്റ്റാ. അടുത്തത് 72 വരുമ്പോഴത്തേക്കിന് 53, 61 വരുമ്പോഴത്തേക്കിന് 64, അടുത്തത് 6 വരും അല്ലേ? 6 വരുമ്പോഴത്തേക്കിന് 70. സെറ്റാണേ. വളരെ സ്പീഡിൽ എന്ത് ചെയ്യുക? ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നോക്കിക്കേ, നമ്മളോട് പറഞ്ഞത് ആരുടെ ഏജാ? എമ്മിന്റെ ഏജ് എന്ന് പറയുന്നത് ക്യൂബാ. ഇവിടെ 64 ക്യൂബാ, 27 ക്യൂബാ. സെറ്റ്. 2 പോസിബിലിറ്റി, വേറെ ഇല്ലല്ലോ. അപ്പോൾ ഒരേ സമയം നമ്മൾ 2 പോസിബിലിറ്റി കൊടുക്കുക. ഇനി കണക്റ്റഡ് ആണോ സെന്റൻസ് എന്ന് നോക്കുക. 11 years ഡിഫറൻസ് ബിറ്റ്വീൻ എം ആൻഡ് കെ. എമ്മിനും കെയ്ക്കും ഇടയിൽ 11 years ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 53 10 63. വേണ്ട, എമ്മും കെയും തമ്മിൽ 11 വർഷത്തെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വേണ്ട ഈ പോസിബിലിറ്റിയിൽ കെ ഇവിടെ 27 10 37 ഇല്ല. അടുത്തത് 17 10 ഇല്ല. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി എലിമിനേറ്റ് ആയില്ലേ? കാരണം 10 അല്ലല്ലോ, സോറി, 11 വർഷത്തെയാ അല്ലെ? 27 17 വരുമ്പോഴത്തേക്കിന് 38 ഉണ്ടല്ലോ. അടുത്തത് താഴേക്ക് 11 വേണമെങ്കിൽ വരാലോ, അതില്ല. അപ്പൊ പിന്നെ കെ വേണ്ട ഇവിടെ
കിട്ടുമല്ലോ. 10 ആയിരുന്നില്ല 11 ഡിഫറൻസ്. ഇങ്ങനെയുള്ള തെറ്റുകൾ നമുക്ക് എക്സാമിന് വരാൻ പാടില്ല, ശ്രദ്ധിച്ചോണം. 3% ബിറ്റ്വീൻ കെ ആൻഡ് പി. കെയ്ക്കും പിക്കും ഇടയിലെ 3 ഗ്യാപ്പ്, 1, 2, 3 ഗ്യാപ്പിൽ പി ഇവിടുത്തെ കേസിൽ 1, 2, 3 അങ്ങോട്ട് പറ്റില്ല, 1, 2, 3 ഇങ്ങോട്ടും പറ്റില്ല. അപ്പൊ തന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി എലിമിനേറ്റഡ്. ആൻഡ് അടുത്തത് n ഈസ് 32 years older to Q. എന്നും ക്യൂവും തമ്മിലുള്ള ഏജിന്റെ വ്യത്യാസം 32. നോക്കിക്കേ, ഇവിടെ എന്നും ക്യൂവും 19, 32 കൂടെ ഇല്ലല്ലോ, ഇല്ല. അടുത്തത് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് 27, 32 കൂടെ പറ്റത്തില്ലല്ലോ, 59 ഇല്ല. അടുത്തത് വേണ്ട ഇവിടെ വന്നാലോ ക്യൂ, ഇവിടെ 32 വരുമ്പോഴത്തേക്കിന് എത്ര വരും? 32 വരുമ്പോഴത്തേക്കിന് യെസ് 8, 2, 10, 3, 3, 6, 1, 7 വേണ്ട ഇവിടെ വരും. അപ്പൊ 100% എടുത്തോ, n ഇവിടെ ക്യൂ ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. അടുത്തത് എല്ലിന്റെ ഏജ് ക്യൂബ് നമ്പറാ, അപ്പൊ എൽ ഇവിടെ വരും. ഇനി മിച്ചം വന്ന ഒരാളാരാ? ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ എൽ ആൻഡ് കെ ഈസ് മോർ ദാൻ 10 years. അതില്ലാതെ തന്നെ നമുക്ക് ഓൾറെഡി കിട്ടിയ ആൻസർ. ഇനി മിച്ചം വന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആരാ? JKLMNO. ക്വസ്റ്റ്യൻ സോൾവ്. ഇത് ഏജ് കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് സ്പീഡിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊ എത്ര 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആയി? ആദ്യം നമ്മൾ ഒരു ഏത് ബോക്സ് ബേസ്ഡ് പസിലായിരുന്നു, അതിനുശേഷം ഒരു പാരലൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതിനുശേഷം ഇപ്പോൾ ഒരു ഇയർ ബേസ്ഡ് പസിൽ. ആകെ നമ്മൾ 2 വേരിയബിൾ ചെയ്തത് മന്ത് ബേസ്ഡ് മാത്രമായിരുന്നു. ഇപ്പൊ തന്നെ 4 പസിലായി. എനിക്കൊന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. യെസ്, ഇത് അഗെയിൻ ഒരു 2 വേരിയബിളാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഷിഫ്റ്റിനകത്തിൽ ടോട്ടൽ 5 പസിലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് 30 മാർക്കിന് അല്ലേ? അതിൽ 2 2 വേരിയബിളും ബാക്കി 3 ടൈപ്പ് പസിൽ എന്ന് പറയുന്നത് പസിൽസ് പ്ലസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് 1 വേരിയബിളും ആയിരുന്നു. ഈസി ഉള്ളത് ആദ്യം കണ്ടെത്തി ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടെ ഒന്ന് നോക്കിയാലോ? യെസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ 7% sits around a circular table and faces the center. 7% circular seating arrangement. എല്ലാവരും എങ്ങോട്ടേക്ക് ഫേസ് ചെയ്യുന്നു? All the persons are faces towards a center. Each of them is from different city. ഇവർ ഓരോരുത്തരും ഡിഫറെന്റ് സിറ്റി ആണ്. അപ്പൊ ഏതൊക്കെ പേഴ്സൺ എവിടെ ഇരിക്കുന്നു, ഇവർ ഏതൊക്കെ സിറ്റി ആണ് എന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്ട്രക്ചർ വരയ്ക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ റിബൺ മെത്തേഡിൽ ചെയ്യാം, അതായത് സ്ട്രെയിറ്റ് ലീനിയർ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ സർക്കിൾ വരച്ച് ചെയ്യാം. എങ്ങനാണെങ്കിലും പ്രശ്നമില്ല. സി സിറ്റ്സ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ദി വൺ ഹു ഈസ് ഫ്രം ജയ്പൂർ. അപ്പോൾ ജയ്പൂരിൽ നിന്നുള്ള ആളുടെ തേർഡ് ടു റൈറ്റ് അല്ല, സെക്കൻഡ് ടു റൈറ്റ് ആണ്. എഴുതുന്ന കണ്ടീഷൻ തെറ്റിപ്പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തെറ്റിയാൽ പിന്നെ നമ്മൾ എഴുതുന്നത് കംപ്ലീറ്റ്, നമ്മൾ എത്ര ബാക്കി കണ്ടീഷൻസ് ശരിയാണെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. 3% ബിറ്റ്വീൻ ജയ്പൂർ ആൻഡ് പൂനെ. ജയ്പൂരിനും പൂനെക്കും ഇടയിൽ 3 ഗ്യാപ്പ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ജയ്പൂരിനും പൂനെക്കും ഇടയിൽ 3 ഗ്യാപ്പ്. ഞാൻ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇത് റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ ആരോ ഇടാത്തത്. G sits 5th to the left of the one who is from Pune. നോക്കിക്കേ, പൂനെയിൽ നിന്നുള്ള ആളുടെ, അപ്പൊ ഞാനിപ്പോ അതെടുത്ത് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചോ. പൂനെയിൽ നിന്നുള്ള ആളുടെ 1, 2, 3, 4, 5, 6, 7. ഞാൻ ജസ്റ്റ് എല്ലാവരും ഫേസസ് ടുവേർഡ്സ് സെന്റർ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ്. 1, 2, 3, 4 5ാമത്തെ ഗ്യാപ്പിൽ ആര് വരുന്നു? G വരുന്നു. ഓക്കെ, പൂനെയുടെ 3rd to 5th to ലെഫ്റ്റിൽ J, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? നോക്കിക്കേ, G sits 5th to the left of the one who is from Pune and is an immediate neighbor of the one who is from Agra. വലിയ സെന്റൻസസ് ആണെങ്കിൽ അതിനെ പാർട്ടായിട്ട് വായിക്കുക. ശ്രദ്ധിച്ച്, ജിയുടെ കാര്യമാണ് പറയുന്നത്. G is 5th to the left of the one who is from Pune. പൂനെയുടെ 1st, 2nd, 3rd, 4th, 5th. and is an immediate neighbor. ശ്രദ്ധിച്ചേ, and is an immediate neighbor. and കഴിഞ്ഞിട്ട് is an immediate neighbor. അത് ആരുടെ കാര്യമാണ് പറയുന്നത്? ജിയുടെ കാര്യമാണ്. ജിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് ആരെന്ന് പറയുന്നത്? and is an immediate neighbor of the one who is from Agra. അതായത് ജിയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആണ് ആഗ്ര. അതായത് ഒന്നെങ്കിൽ ആഗ്ര ഇവിടെ വരാം, അല്ലെങ്കിൽ ആഗ്ര ഇവിടെ വരാം. അതിപ്പോൾ തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല. എല്ലാം കൂടെ പോസിബിലിറ്റി ആയി കഴിഞ്ഞാൽ ഇതെന്തായാലും ഈ കൊടുത്തത് പോസിബിലിറ്റി അല്ല, ഡെഫിനിറ്റ് ആണ്. അപ്പൊ ജിയുടെ അടുത്ത് ആരെ കൊടുക്കണം? ആഗ്ര വരണം. ഞാനിപ്പോൾ കണ്ടീഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. നോക്കാം, ഇനി ആഗ്രയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് കൊടുത്ത് മുന്നോട്ടേക്ക് പോകാം. ഈ സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി വൺ ഹു ഈസ് ഫ്രം ആഗ്ര. അപ്പൊ ആഗ്രയിൽ നിന്നുള്ള ആളുടെ സെക്കൻഡ് ടു ലെഫ്റ്റിലാണ് ഈ. നിങ്ങൾ ശ്രദ്ധിച്ചോ, സെക്കൻഡ് ടു ലെഫ്റ്റ്, സെക്കൻഡ് ടു റൈറ്റ്, ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്?
ആരോ കൊടുക്കുന്നുണ്ട്. അപ്പം ആരോ കൊടുക്കുന്നതിനെല്ലാം ഡയറക്ഷൻ നമുക്കറിയാം, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് അറിയാം. D sits fourth to the right of A who is from Ranchi. അപ്പൊ എയുടെ 1, 2, 3, 4ാമത്തെ റൈറ്റിലാണ്. അതിൽ എ ഡി സിറ്റ്സ് ഫോർത്ത് ടു ദി റൈറ്റ് ഓഫ് എ. അതിൽ എ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തുനിന്നാ? റാഞ്ചി സ്ഥലത്തുനിന്നാ. എഫ് ഈസ് നോട്ട് ഫ്രം ജയ്പൂർ. എഫ് എന്ന് പറയുന്നത് ജയ്പൂർ അല്ല. ആൻഡ് എഫ് ആൻഡ് ദി വൺ ഹു ഈസ് ഫ്രം മീററ്റ് ആർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ്. എഫും മീററ്റിൽ നിന്നുള്ള ആളും ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. ലാസ്റ്റ് കണ്ടീഷൻ ജി ഈസ് നോട്ട് ഫ്രം ഭോപ്പാൽ. അപ്പൊ ജി എന്ന് പറയുന്നത് എവിടെ നിന്നുള്ള ആളല്ല, ജി എന്ന് പറയുന്നത് ഭോപ്പാലിൽ നിന്നുള്ള ആള് അല്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് കണ്ടീഷൻസ് കൊടുക്കാം. ഇതിപ്പം ഞാൻ ഈ 5th to left എന്ന് പറയുന്ന കണ്ടീഷൻ അങ്ങ് കൊടുത്തുന്നേ ഉള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി പൂനെ ജയ്പൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഒന്നുകിൽ 1, 2, 3 ഗ്യാപ്പിൽ എന്ത് വരാം? ജയ്പൂർ ഇവിടെ വരാം. അല്ലെങ്കിൽ 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ വരാം. ഓക്കെ, ഇതാണ് പോസിബിലിറ്റി 3. അപ്പൊ ജയ്പൂരിന്റെ സെക്കൻഡ് ടു റൈറ്റിൽ ആര് വരുവേം വേണം? സി വരുവേം വേണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ വന്നാൽ ജയ്പൂരിന്റെ സെക്കൻഡ് ടു റൈറ്റിൽ സി ഇവിടെ വരാം. ഓക്കെ, അത് വേണമെങ്കിൽ വരാം. ഇതൊരു പോസിബിലിറ്റി. അല്ലെങ്കിൽ നോക്കിക്കേ, അല്ലെങ്കിൽ പൂനെ 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ വന്നാൽ ജയ്പൂരിന്റെ സെക്കൻഡ് ടു റൈറ്റിൽ സി ഇവിടെ വരാം. എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ ഫില്ലാകുന്ന കേസ് ഇതാണ്. അതെടുത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒരേ സമയം 2 പോസിബിലിറ്റി കൊടുക്കുക. ആൻഡ് ഓൾസോ ജയ്പൂറും പിന്നെ അതേപോലെ തന്നെ ഈ ജിയുടെ അടുത്ത് ആര് വരണം? ആഗ്ര വരണം. ഇപ്പൊ ഇവിടെ 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ വന്നാൽ ജയ്പൂരിന്റെ സെക്കൻഡ് ടു റൈറ്റിൽ സി ഇവിടെ. ഇനി ആഗ്രയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ എപ്പോൾ എനിക്ക് ഈ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആഗ്ര എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതും ഒരു പോസിബിലിറ്റി അല്ല, നമ്മൾ എടുത്തതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഓരോന്നെടുത്ത് നോക്കാം. ഏതാണോ കിട്ടുന്നത് അതെടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോന്നെടുത്താൽ ഇത് പോസിബിലിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരെണ്ണം എടുക്കാം. നമുക്ക് നോക്കാം. ഇപ്പൊ ആഗ്ര ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ഈ ഇവിടെ വരും. ഇനി നമുക്ക് അടുത്ത അല്ല തിരിച്ചും മറിച്ചും ഈ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരേ സമയം പോകാം, അല്ലെങ്കിൽ കണക്ട് ചെയ്യാം. ഇനി നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ പൂനെ 3 ഗ്യാപ്പിൽ 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ വന്നാൽ സെക്കൻഡ് ടു റൈറ്റിൽ സി ഇവിടെ വരാം. ഇനി 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ വന്നാൽ ജയ്പൂരിന്റെ സെക്കൻഡ് ടു റൈറ്റിൽ സി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ മറ്റേ പോസിബിലിറ്റി എലിമിനേറ്റ് ആയി. അപ്പൊ ഉറപ്പിച്ചോ 1, 2, 3 ഗ്യാപ്പിൽ 1, 2, 3 ഗ്യാപ്പിൽ ജയ്പൂർ ഇവിടെ, ജയ്പൂരിന്റെ സെക്കൻഡ് ടു റൈറ്റിൽ സി ഇവിടെ. കഴിഞ്ഞ കണ്ടീഷൻസ് ഒന്ന് കട്ട് ചെയ്തോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയുമായി. ഇനി ആരാ? ആഗ്രയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ഈ വന്നു. എല്ലായിടത്തും ഒരു വേരിയബിളും സ്ഥലവും ഉണ്ടായിരിക്കണം. ഇനി എയുടെ തേർഡ് ടു റൈറ്റിൽ ഡി വരണം. എ റാഞ്ചി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എ റാഞ്ചി കൊടുക്കണമെങ്കിൽ ഇവിടെ 2ഉം വേക്കൻ്റ് ആയിട്ടുള്ളിടത്തേ കൊടുക്കാൻ പറ്റൂ. അതെനിക്ക് കൊടുക്കാൻ ഇവിടെ മാത്രമല്ലേ സ്ഥലമുള്ളൂ, വേറെ സ്ഥലമുണ്ടോ? എ ഇവിടെ കൊടുത്താൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടു റൈറ്റിൽ എനിക്ക് ഡി എവിടെ കൊടുക്കാം? ആഗ്ര. ഇതൊറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ. കാരണം എ ഇവിടെ കൊടുത്താൽ എനിക്ക് ആരെ കൊടുക്കണം? റാഞ്ചി കൊടുക്കണം. റാഞ്ചി 1, 2, 3, 4. ഓക്കെ അല്ലേ? ഇനി അടുത്തതാരാ? എഫിനടുത്ത് ആര് വരണം? മീററ്റ് വരണം. ഇവിടെ എ ആയി, ഇവിടെ സി ആയി, ഇവിടെ ഇ ആയി, ഡി, ജി. അപ്പൊ എഫ് എവിടെ കൊടുക്കണം എന്നുള്ളത് നോക്കാം. എഫ് ഞാൻ ഇവിടെ കൊടുത്താൽ ഇവിടെ എനിക്ക് മീററ്റ് കൊടുക്കാം. ഇവിടെ ഞാൻ എഫ് കൊടുത്താൽ ഇവിടെ എനിക്ക് മീററ്റ് കൊടുക്കാം. ജി ഭോപ്പാൽ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഒരു പക്ഷേ എഫ് ഞാൻ ഇവിടെ കൊടുത്താൽ ഇവിടെ മീററ്റ് എടുത്താൽ ജി ഭോപ്പാൽ വരത്തില്ലെങ്കിൽ സി ആയിരിക്കും ഭോപ്പാൽ വരിക. ഇനി എഫ് എഫ് ജയ്പൂർ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ 100% ഉറപ്പിച്ചു. എഫ് ഇവിടെ ആര് വരും? മീററ്റ് ഇവിടെ. അങ്ങനാണെങ്കിൽ മിച്ചം വന്ന ജിയുടെ ഭോപ്പാൽ വരത്തില്ല. അപ്പൊ പിന്നെ ഭോപ്പാൽ കൊടുക്കാൻ സി മാത്രമേ സ്ഥലമുള്ളൂ. ഇനി ഒരു പേഴ്സൺ ഉണ്ടല്ലോ, ആ പേഴ്സണെ ഇവിടെ കൊടുക്കണം. എല്ലായിടവും നോക്കണം. ആൽഫബറ്റും സ്ഥലവുമായോ? ഇവിടെ ഇനി ഒരു സ്ഥലവും ഇതും മാത്രമേ കൊടുക്കാനുള്ളൂ. പേഴ്സൺ ആരാ? എ. ഇനി പേഴ്സൺ എനിക്ക് തോന്നുന്നു ബി ആണുള്ളത് അല്ലെ? ബി ആണ് പേഴ്സൺ ഇവിടെ ഉള്ളത്. സ്ഥലം ഏതാ നമുക്ക് കൊടുക്കണ്ടേ? സ്ഥലം ഏതായിരുന്നു? റാഞ്ചി, ഭോപ്പാൽ, സൂററ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ജി എന്ത് വരും? സൂററ്റ്. ക്വസ്റ്റ്യൻ. സോ ദാറ്റ്സ് ഇത് 2 വേരിയബിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 5 പസിലായിരുന്നു ഈ SBI PO ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, അങ്ങനെ നമ്മൾ SBI POയുടെ 2025 കംപ്ലീറ്റ് ക്വസ്റ്റ്യനും മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതേപോലെയുള്ള സീരീസ് ഇനിയും വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൽ SBI PO ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഓരോ കമൻസും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. SBI PO എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കേ വേണ്ട. നമ്മളിപ്പോൾ ഇടുന്ന എഫേർട്ടാണ് മുന്നോട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്ത് പഠിക്കുക. ഓക്കെ, ഇത് റീസണിംഗ് വിത്ത് അഞ്ജു എൻ്റെ ടെലഗ്രാം ചാനലാണ്. സോ റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡെയിലി ബേസിസിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ടെലഗ്രാം ചാനൽ വഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.